എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷം. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് ജില്ലാ പ്രസിഡന്റ് പദം ഒരു വർഷമായി ഒഴിഞ്ഞുകിടക്കുകയാണ്. ഭിന്നതയിൽ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചു. റാഫി കരിയമുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. റാഫി, എന്തൊക്കെയാണ് വിവരങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണ് എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷമായി തുടരുന്നത്. ഒരു വർഷമായി മുസ്ലിം ലീഗിലെ ജില്ലയിലെ നേതൃസ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഹംസ പാറക്കാടിനെ പുറത്താക്കിയതിനു ശേഷം പുതിയ ആളെ നിയമിക്കാൻ ഇതുവരെയും ലീഗിന് കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ 2 വർഷം മുൻപ് സംസ്ഥാനത്തെ 13 ജില്ലകളിലെയും ജില്ലാ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി നേതൃത്വത്തെ നിയമിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരുന്നു. എന്നാൽ എറണാകുളം ജില്ലയിൽ 2 വർഷമായും സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ജില്ലാ നേതൃത്വത്തെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 വർഷത്തോളമായി ജില്ലയിലെ ലീഗിന്റെ പ്രവർത്തനം അവതാളത്തിലാണ്. ജില്ലയിലെ ലീഗ് ഓഫീസ് പോലും പ്രവർത്തിക്കാത്ത സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജില്ലയിൽ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ശക്തമായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അഹമ്മദ് കബീർ വിഭാഗത്തിന്റെ ഒരു ഗ്രൂപ്പും ഒപ്പം തന്നെ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ഗ്രൂപ്പുമാണ് ജില്ലയിൽ ഉള്ളത്. ഈ 2 ഗ്രൂപ്പുകളും പരസ്പരം പോരടിക്കുമ്പോൾ ജില്ലയിലെ ലീഗിന്റെ പ്രധാനപ്പെട്ട പരിപാടികൾ പോലും സംഘടിപ്പിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ നിൽക്കെ UDFന്റെ പ്രവർത്തനത്തെ ലീഗിലെ ഭിന്നത ബാധിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആശങ്ക. ഇത് കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ലീഗിലെ ഭിന്നത പരിഹരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് കോൺഗ്രസ് ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ.